92-ൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമാണ് RSS എന്ന് പറയുന്ന സംഘടനയോടുള്ള അതിശക്തമായ വിരോധവും RSS എന്ന് പറയുന്ന സംഘടന ഏറ്റവും അപകടകരമായൊരു സംഘടനയാണ് എന്ന നിലപാടിലേക്ക് രാജ്യത്തെ മതേതര വിശ്വാസികളെല്ലാം മാറുന്നത്. 92-ന് മുൻപും 92-ന് ശേഷവുമുള്ള RSS രണ്ട് തരത്തിലുള്ള RSS ആയാണ് നമ്മൾ രാജ്യത്ത് വിലയിരുത്തുന്നത്. നമുക്കറിയാലോ 91-ലൊക്കെ തന്നെ LK അദ്വാനി നയിച്ചിട്ടുള്ള രാമജന്മഭൂമി മുന്നേറ്റം അത് രാജ്യത്ത് പലയിടങ്ങളിൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞതിന് പിന്നാലെയാണ് 89-ൽ VP സിംഗ് സർക്കാരിന് ഉള്ള പിന്തുണ പിൻവലിക്കുന്നത് BJP. അന്ന് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു VP സിംഗ് സർക്കാർ താഴെ വീഴണമെന്നത്. അപ്പോൾ അന്ന് കോൺഗ്രസും BJPയും ഒന്നിച്ചു നിന്നില്ലേ VP സിംഗ് സർക്കാരിനെ വലിച്ചു താഴെയിടാൻ എന്ന ആരോപണം ഉന്നയിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രത്തിലെ പല കാലത്ത് ജനതാ പാർട്ടിയിലായാലും ജനസംഘത്തിലായാലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള സഖ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ 92-ന് ശേഷം RSSുമായുള്ള നിലപാടിൽ വളരെ വ്യത്യസ്തമായ സമീപനമാണ് രാജ്യത്തെ എല്ലാ മതേതര പാർട്ടികളും സ്വീകരിച്ചത്. 1992-ൽ ബാബറി മസ്ജിദ് തകർത്ത ശേഷം രാജ്യത്ത് എത്രയിടങ്ങളിൽ കലാപമുണ്ടായി? 2002-ലെ ഗുജറാത്ത് കലാപം ഒരു മതേതര വിശ്വാസിക്കും രാജ്യത്ത് അംഗീകരിക്കാനാകില്ല. വലിയ വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത്. ആ 2002-ലെ വംശഹത്യക്ക് പിന്നാലെയാണ് 2006-ൽ VD സതീശൻ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്.